മേഖലയിലെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ രാജ്യത്ത് ശക്തമായ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണി ഐക്യത്തിന്റെ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള ആശങ്കകളും മുൻനിർത്തി പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധ പ്രകടനം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന സ്വഭാവമായി മാറി. പാർലമെന്റിനകത്തും പുറത്തും നടന്ന ഈ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ശക്തിയും ഐക്യവും തെളിയിക്കുന്നതായിരുന്നു. പ്രതിഷേധ മാർച്ചിന്റെ മുൻനിരയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. പോലീസ് ബാരിക്കേഡുകൾ ചാടിക്കടക്കാൻ ശ്രമിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കിയും അദ്ദേഹം സമരത്തിന്റെ ആവേശം ഉയർത്തി. അദ്ദേഹത്തോടൊപ്പം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, NCP നേതാവ് ശരത് പവാർ, തൃണമൂൽ കോൺഗ്രസ് വനിതാ MP-മാർ, ഇടതുപക്ഷ MP-മാർ, DMK നേതാക്കൾ തുടങ്ങി ഇന്ത്യ മുന്നണിയിലെ എല്ലാ പ്രമുഖന്മാരും അണിനിരന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാതിരുന്ന ആം ആദ്മി പാർട്ടി പോലും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് പ്രതിപക്ഷ ഐക്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. വ്യത്യസ്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുള്ള പാർട്ടികൾ ഒരു പൊതു ലക്ഷ്യത്തിനു വേണ്ടി ഒന്നിച്ചു നിന്നത് ജനാധിപത്യപരമായ പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം നൽകി. പാർലമെന്റിനുള്ളിൽ സമ്മേളനം പുരോഗമിക്കുന്നതിനിടയിലാണ് MP-മാർ പുറത്ത് പ്രതിഷേധിക്കാനായി സംഘടിച്ചത്.